ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 3-ലെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ്. അതിനകത്ത് യൂണിറ്റ് 2 ഇൻഫ്ലേഷൻ ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ഇൻഫ്ലേഷൻ എന്ന് നോക്കിക്കോ. ഇൻഫ്ലേഷൻ എന്നാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ഇൻഫ്ലേഷൻ? Inflation is the overall rise in the price of goods and services over time in an economy. ഓരോ ടൈമിലും നമ്മുടെ എക്കണോമിയിൽ ഇൻക്രീസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസസ് അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓവറോൾ റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ടൈം ഇൻ ആൻ എക്കണോമി. ഒരു ടൈം പീരീഡിലേക്ക് ആകുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. This reflects a decline in the value of money. ഇത് എന്തിന് കാരണമാകുന്നു? മണിയുടെ വാല്യൂ കുറയാനായിട്ട് കാരണമാകുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. മണിയുടെ വാല്യൂ കുറയാൻ കാരണം എന്താണ്? പ്രൈസ് കൂടുന്നു അല്ലേ? ആ പ്രൈസിനനുസരിച്ച് നമ്മുടെ ഈ പൈസ ഉണ്ടോ കൊടുക്കാൻ? ഇല്ല. അപ്പം അതുകൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവും. മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായല്ലോ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ ഈസ് ദി ഓവറോൾ റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ടൈം ഇൻ ആൻ എക്കണോമി. അതാണ് ഇൻഫ്ലേഷൻ. അതിൻ്റെ റിഫ്ലക്ഷൻ എന്താണ്? വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇൻ എക്കണോമിക്സ്, ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു എ ജനറൽ റൈസ് ഇൻ പ്രൈസസ് മെഷേർഡ് എഗനസ്റ്റ് എ സ്റ്റാൻഡേർഡ് പർച്ചേസിംഗ് പവർ. അതെന്താണ് പറയുന്നത്? നമ്മുടെ പർച്ചേസിംഗ് പവറിനെ എന്ത് ചെയ്യുന്നു? ഇത് ബാധിക്കത്തില്ല. അതായത് ജനറൽ റൈസ് ഇൻ പ്രൈസസ് മെഷേർഡ് എഗനസ്റ്റ് എ സ്റ്റാൻഡേർഡ് പർച്ചേസിംഗ് പവർ. അതായത് ഇന്ന് 30 രൂപയ്ക്ക് 1 കിലോ ടൊമാറ്റോ വാങ്ങിച്ച ആൾ, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അയാൾ അതിൻ്റെ ഹാഫ് കിലോയെ വാങ്ങിച്ചുള്ളൂ. കാരണം എന്തായിരിക്കും? അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ പർച്ചേസിങ് പവർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കുറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ് പവർ എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് പർച്ചേസിങ് പവറിനെ ഈ ഇൻക്രീസിങ് പ്രൈസ് എന്ത് ചെയ്യും? കുറയ്ക്കും. അതാണ് മറ്റൊരു കാര്യമായിട്ട് ഇത് ഇൻഫ്ലേഷൻ്റെ വേറൊരു കാര്യം പറയുന്നത്. മനസ്സിലായല്ലോ? In economics, inflation refers to a general rise in prices measured against a standard purchasing power. അത് നമ്മുടെ പർച്ചേസിങ് പവറിനെ എഗനസ്റ്റ് ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കട്ടെ. ഇൻഫ്ലേഷൻ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ്. അതായത് നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും. ഡിക്രീസ്ഡ് പർച്ചേസിംഗ് പവർ, ഇമ്പാക്റ്റ് ഓൺ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്? അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ലിവിങ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പം നമ്മുടെ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ എന്ത് ചെയ്യും? ഇത് ഇമ്പാക്റ്റ് ചെയ്യും, ഇത് ബാധിക്കും. അത്രയും മനസ്സിലായോ? ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ്, ഡിക്രീസ്ഡ് പർച്ചേസിംഗ് പവർ എന്തിന് ഇമ്പാക്റ്റ് ചെയ്യും? സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ബാധിക്കും. മനസ്സിലായാലോ? അത്രയും. ഇൻഫ്ലേഷൻ ഈസ് മെഷേർഡ് ബൈ ട്രാക്കിംഗ് ദ പ്രൈസ് ചേഞ്ച് ഓഫ് എ ബക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ടൈം. അതായത് പ്രൈസ് ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യുക? കൂടിക്കൊണ്ടിരിക്കുക. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുക. ഇൻക്ലൂഡ്സ് ഐറ്റംസ് ലൈക്ക് നമ്മുടെ ബേസിക് കാര്യങ്ങളായിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, റിക്രിയേഷൻ, ഇതിനെല്ലാം എന്ത് ചെയ്യുക? ഇതിൻ്റെ എല്ലാം ഓരോ ചേഞ്ചസ് വരിക. ഓരോ ഗുഡ്സ് ആൻഡ് സർവീസസിനും ഓവർ ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്യുക? പ്രൈസസിന് ചേഞ്ചസ് വരിക. ഇതൊക്കെ നമുക്ക് ഇതിനെല്ലാം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇത് ഇൻഫ്ലേഷന് കാരണമാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. മനസ്സിലായാലോ? അപ്പം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ടൈം ഇൻ ആൻ എക്കണോമി. ദിസ് റിഫ്ലക്ട്സ് എ ഡിക്ലൈൻ ഇൻ ദി വാല്യൂ ഓഫ് മണി. ഇത് വാല്യൂ ഓഫ് മണി ഡിക്ലൈൻ ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഇൻ എക്കണോമിക്സ്, ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു എ ജനറൽ റൈസ് ഇൻ പ്രൈസസ് മെഷേർഡ് എഗനസ്റ്റ് എ സ്റ്റാൻഡേർഡ് ഓഫ് പർച്ചേസിംഗ് പവർ. പിന്നെ പറഞ്ഞത് എന്താണ്? ഇൻഫ്ലേഷൻ റിസൾട്ട് ചെയ്യുന്ന എന്താണ്? ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഇത്
ബാധിക്കുന്നു. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്നത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി എന്താണ് ഒരു ടൈം പീരീഡിൽ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസ് എന്ത് ചെയ്യുക ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഫുഡിലും ക്ലോത്തിലും കൺസ്യൂമർ ഡ്യൂറബിൾസിലും ഹൗസിങ്ങിലും ട്രാൻസ്പോർട്ടേഷൻസിലും റീക്രിയേഷനിലും എല്ലാം എന്ത് ചെയ്യുന്നു ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ പലതരത്തിലാണുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കോസസ് ഉണ്ട്. ഓക്കെ, രണ്ട് തരത്തിലാണ് ടൈപ്സ് പറയുന്നത്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡിൻ്റെ ബേസിസിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നും വാക്കിംഗ് ഓർ ട്രോട്ടിൽ ഇൻഫ്ലേഷൻ എന്നും റണ്ണിങ് ഇൻഫ്ലേഷൻ, ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നിങ്ങനെ 5ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കോസസിൻ്റെ ബേസിസിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ബിൽഡ് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ, സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്നിങ്ങനെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കോസസ്, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓരോ നോക്കാം. എന്താണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദി റേറ്റ് ഓഫ് പ്രൈസ് റൈസ് ഈസ് സ്ലോ ബട്ട് സിഗ്നിഫിക്കൻറ്റ് വി ഹാവ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. എന്താ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് പ്രൈസ് റൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? സ്ലോ ആയിട്ട് റേറ്റ് ഓഫ് പ്രൈസ് റൈസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സം ഡിഫൈൻ ക്രീപ്പിംഗ് ഓർ മൈൽഡ് ഇൻഫ്ലേഷൻ ആസ് ആൻ ആനുവൽ പ്രൈസ് റൈസ് ഓഫ് ലെസ് ദാൻ 2% ആൻഡ് 3%. ഇഫ് ദി rate of price rise remains at the level it is beneficial to economic development. അതായത് ഇത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബെനിഫിഷ്യൽ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്തുകൊണ്ടാണ്? പ്രൈസ് റൈസ് ചെയ്യുന്നത് എന്താണ് സ്ലോയിലായിരിക്കും, 2% അല്ലെങ്കിൽ 3% അങ്ങനെ. ഓക്കെ, വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദി ആനുവൽ ഇൻക്രീസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ is between 3% and 7% but less than 10%. 10% കുറവായിരിക്കും എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് 3% തൊട്ട് 7% വരെ. എന്തായാലും 10% അപ്പുറം പോകത്തില്ല. ഇറ്റ് ഈസ് സെഡ് ടു ബി വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. അതായത് നടന്നു പോവാം, പതുക്കെ പോവാം. അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്താണ് റണ്ണിങ് ഇൻഫ്ലേഷൻ? റണ്ണിങ് ഇൻഫ്ലേഷൻ occurs when prices rise at a rate of 10 to 20% per year similar to the running of a horse. ഒരു ഹോഴ്സ് ഓടുന്നത് പോലെ എന്ത് ചെയ്യുക, ഒരു വർഷത്തിൽ 10 അല്ലെങ്കിൽ 20% എന്ത് ചെയ്യുന്നു പ്രൈസ് റൈസ് ചെയ്യുന്നെന്നാണ് പറയുന്നത്. റണ്ണിങ് ഇൻഫ്ലേഷനകത്ത് പറയുന്നത്. ഓക്കെ, എന്താണ് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ റണ്ണിങ് ഇൻഫ്ലേഷൻ കുഡ് ഇവൻച്വലി ബിക്കം ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് മാനേജ്ഡ് വെൻ ആൻ എക്കണോമിക് കൊളാപ്സ്. അതായത് ഗാലപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞേ? ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ റേറ്റ്സ് റേഞ്ചിങ് ഫ്രം 50% to 700% during the 90s and 1980s. This type of inflation is also known as hopping inflation or jumping inflation. ഇതിനെ എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? ഹോപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ജമ്പിംഗ് ഇൻഫ്ലേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ ഈസ് ദി ടേം ഫോർ ഇൻഫ്ലേഷൻ വിത്ത് ഡബിൾ ഡിജിറ്റ് ഓർ ട്രിപ്പിൾ ഡിജിറ്റ് ആനുവൽ റേറ്റ്സ് ഓഫ് 20 or 100 or 200%. അതായത് ഡബിൾ പെർസെൻറ്റേജ്, അതായത് അല്ലെങ്കിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ഡിജിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് ഗാലപ്പിംഗ് ഇൻഫ്ലേഷന്. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ഇൻഫ്ലേഷൻ or run away inflation is the rapid increase in price to triple digit or more annually. അതായത് ഇവിടെ നടക്കുന്ന എത്ര? ട്രിപ്പിൾ ഡിജിറ്റ് ആണ് ഇൻഫ്ലേഷൻ ട്രിപ്പിൾ ഡിജിറ്റിലാണ് എന്തെന്ന് പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ആനുവലി ട്രിപ്പിൾ ഡിജിറ്റിലാണ് പ്രൈസ് ഇൻക്രീസ്. അപ്പം ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ ഒരു 10% അങ്ങനെ 3% തൊട്ടാണ് അവിടെ 2% to 3%. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ പതുക്കെ നടന്നു പോകുന്ന ആ ഒരു രീതിയിൽ ചെറിയ
രീതിയിൽ. റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്നുള്ള മാറ്റം. പിന്നെ ഗാൽപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഓടുക, അല്ലേ, ഹോഴ്സിനെ പോലെ ഓടുക. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡിജിറ്റ് അല്ലെങ്കിൽ അതർ ഡിജിറ്റ് ആയിരിക്കും ആനുവലി എന്ത് ചെയ്യുന്നത്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, വാക്കിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, റണ്ണിങ് ഇൻഫ്ലേഷൻ ഉണ്ട്, ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ട്. മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കോസസ്. കോസസിൻ്റെ ബേസിസിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഓക്കെ, ഒന്നാമത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. എന്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ റെഫേഴ്സ് ടു സച്ച് എ പ്രൈസ് ഇൻക്രീസസ്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് തന്നെയാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, മോർ മണി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ജനറൽ പബ്ലിക് ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ government spending leads to an increase in demand and consequently higher pricing. Population growth, money hoarding and fluctuating patterns of consumption are some other factors for this kind of inflation. ഓക്കെ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസസിൽ ഉണ്ടാകുന്ന റൈസ് തന്നെയാണ്, ഇൻക്രീസ് തന്നെയാണെന്ന് പറയുന്നത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ദ ഫ്ലോ ഓഫ് മണി ആൻഡ് ദ ഫ്ലോ ഓഫ് കമോഡിറ്റീസ് ആൻഡ് സർവീസസ് ഇൻട്രാക്ട് ഇൻ എ മാർക്കറ്റ്. ദ എക്സസ് ഓഫ് ഡിമാൻഡ് ഓവർ സപ്ലൈ drives up the cost of goods and services as more money chases a comparatively smaller number of products and services. അതാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആണ്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഈസ് ദി ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഇൻഫ്ലേഷൻ വെയർ പ്രൈസസ് റൈസ് ആസ് എ റിസൾട്ട് ഓഫ് റൈസിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്തും പ്രൈസസും ഇൻക്രീസ് ചെയ്യുന്നു. ഈ ദ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഈസ് ദി റിസൾട്ട് ഓഫ് ദി 2 ഇൻഫ്ലേഷൻസ് ലിസ്റ്റഡ്. 2 ഇൻഫ്ലേഷനാണ് അതിൻ്റെ കൂടെ ഉണ്ടാകുന്നത്. വേജ് പുഷ് ഇൻഫ്ലേഷനും പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷനും. എന്താണ് വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? വെൻ പ്രൊഡക്ഷൻ കോസ്റ്റ് റൈസ്, പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുകയാണെന്ന് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യും? പ്രൈസസ് റൈസ് ആസ് എ റിസൾട്ട് ഓഫ് വേജ് ഇൻക്രീസസ്. എന്താണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പം പ്രൈസസും ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് എന്ത് സംഭവിക്കുന്നു? വേജും ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഈസ് റെഫേർഡ് ടു ആസ് വേജ് പുഷ് ഇൻഫ്ലേഷൻ. ഇറ്റ് കോസസ് എ വേജ് പ്രൈസ് സ്പൈറൽ. ഇതെന്തിന് കാരണമാകുന്നു? വേജ് പ്രൈസ് സ്പൈറലിന് കാരണമാകുന്നു. വേജ് പുഷ് ഇൻഫ്ലേഷൻ ആണെന്ന് പറഞ്ഞാൽ, അതായത് വേജിനെ പുഷ് ചെയ്യുക, അല്ലേ? കോസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് പ്രൈസും കൂടുന്നു. പ്രൈസ് കൂടുമ്പോൾ എന്ത് കൂടുന്നു? വേജസും കൂടുന്നു. ഇതാണ് വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ? പ്രൈസസ് ക്യാൻ റൈസ് വെൻ മാർക്കറ്റ് ആർ നോട്ട് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് അലോവിങ് പ്രൊഡ്യൂസേഴ്സ് ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്സ്. ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് അല്ലാത്ത ഒരു മാർക്കറ്റിൽ എന്ത് ചെയ്യും? പ്രൈസസ് ഇൻക്രീസ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും? അലോവിങ് പ്രൊഡ്യൂസേഴ്സ് ടു ഇൻക്രീസ് ദെയർ, അവരുടെ പ്രോഫിറ്റ് അവരെന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യും. അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനകത്ത് 2 എണ്ണം ഉണ്ട്. വേജ് പുഷ് ഇൻഫ്ലേഷനും ഉണ്ട്, എന്താണ്? പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷനും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ ബിൽട്ട് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ. എന്താണ് ബിൽട്ട് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ബിൽട്ട് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ occurs when inflation is caused by a combination of demand pull and cost push inflation. അതായത് ഡിമാൻഡ് പുള്ളും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ കോസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ കോസ് ഉണ്ടാകുന്നതിനാണ് ബിൽട്ട് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. Okay, as a result, workers may demand higher prices or wages in order to maintain their standard of living. Their higher wages raise the cost of goods and services, and the wage price spiral continues as one factor includes the other and vice versa. ഇതാണ് ബിൽഡ് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്താണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഇൻഫ്ലേഷൻ ദാറ്റ് റിസൾട്ട്സ് ഫ്രം സ്ട്രക്ചറൽ റിജിഡിറ്റീസ്. It is distinctive to developed economies. The following are some examples of structural rigids. അതായത് അഗ്രികൾച്ചർ ആയിട്ടുള്ളത്, ഗവൺമെൻറ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് കൺസ്ട്രെയിൻസ് ഒക്കെ എന്താണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷനകത്ത് വരുന്നതാണ്. അപ്പം
ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണുള്ളത്? ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കോസസ് ഉണ്ട്. മനസ്സിലായല്ലോ? ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡിനകത്താണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിങ് ഇൻഫ്ലേഷൻ, ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ വരുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കോസസിനകത്ത് വരുന്നതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ബിൽറ്റ് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ, സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. ഇത്രയും കൂടിയാണ് ചേരുന്നതാണ് ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും? ഇമ്പാക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. നമുക്ക് പറയാൻ പറ്റുമല്ലോ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷനെ എന്ത് ചെയ്യുന്നു? ഇത് ബാധിക്കത്തില്ലേ? അത് ബാധിക്കും. അതായത് അതിനകത്ത് വരുന്ന പോയിന്റ്സ് പറയാം. ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡെപ്റ്റേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സും ഉണ്ട് ഡെപ്റ്റേഴ്സും ഉണ്ട്. ഇതെല്ലാം ഇവർക്കെല്ലാം പ്രശ്നം സംഭവിക്കും. അതുപോലെ തന്നെയുണ്ട് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് വർക്കേഴ്സ്, പ്രൊഡ്യൂസേഴ്സിനും വർക്കേഴ്സിനും ഒക്കെ ഇത് ഇമ്പാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫിക്സഡ് ഇൻകം ഏണേഴ്സ്, ഫിക്സഡ് ആയിട്ട് ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പ്രശ്നം. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ബിസിനസ് പീപ്പിള്, ഫാർമേഴ്സ്, ഇവർക്കെല്ലാം എന്ത് ചെയ്യുന്നു? ഇത് ഹാംഫുള്ളായിട്ട് ബാധിക്കും. അപ്പോൾ ഇമ്പാക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുമ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം പറയണം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ഇമ്പാക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്തിനകത്ത് പറയാൻ പറ്റുന്നതാണ് ഓരോ ആൾക്ക് ഫിക്സഡ് ആയിരിക്കും ഇൻകം. ആ ഇൻകത്തിനകത്തും വെൽത്തിനകത്തും നമ്മുടെ ക്ഷേമത്തിനകത്തും ഒക്കെ അതിനകത്തൊക്കെ ഒരു ചേഞ്ചസ്, പ്രൈസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിനകത്തെല്ലാം ചേഞ്ചസ് വരും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകവും വെൽത്തും ഒക്കെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻകത്തിനും വെൽത്തിനും അനുസരിച്ച് നമുക്ക് കഴിയാനായിട്ട് സാധിക്കാതെ വരുന്നു. അതൊരു പ്രശ്നമായിട്ട് വരും. അതാണ് ഇമ്പാക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്തിനകത്ത് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇമ്പാക്റ്റ് ഓൺ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനെ ബാധിക്കത്തില്ലേ? പ്രൊഡക്ഷനെ ബാധിക്കും. അതിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷനിലെ കോസ്റ്റ് കൂടും. കോസ്റ്റ് കൂടുമ്പോൾ പ്രൈസ് കൂടും. പ്രൈസ് കൂടുമ്പം അത് മൊത്തം അങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് അല്ലേ? അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെയുള്ള എന്താണ് ഇതിൽ പ്രൊഡക്ഷനെ തന്നെ ബാധിക്കും. അതായത് ഇമ്പാക്റ്റ് ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം അത് എല്ലാ രീതിയിലും, അതായത് റൈസിങ് പ്രൈസസ് സ്റ്റിമുലേറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഓൾ ഗുഡ്സ് ബോത്ത് കൺസ്യൂമർ ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. അതായത് പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യും? പ്രൈസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ആരെയും കൂടി അഫക്റ്റ് ചെയ്യും? കൺസ്യൂമേഴ്സിനെ കൂടി അഫക്റ്റ് ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നെ പറഞ്ഞതാണ് ഇമ്പാക്റ്റ് ഓൺ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഇൻകത്തിനെയും എംപ്ലോയ്മെൻറ്റിനെയും, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രൈസസ് അങ്ങനെ കൂടി, അല്ലെങ്കിൽ പ്രൈസസ് അങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറയും? വേജസ് കൂട്ടിത്തരണമെന്ന് പറയും. വേജസ് കൂട്ടിത്തരുമ്പം കമ്പനിക്ക് അത് നഷ്ടമല്ലേ? അപ്പോൾ അവരെന്ത് പറയും? വേജസ് കൂട്ടിത്തരാൻ പാടത്തില്ല, നമ്മൾ പോകാൻ പറയും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകും. ഓക്കെ, ഈ ഇൻഫ്ലേഷൻ ഇതിനെല്ലാം കാരണമാണ്. പ്രൊഡക്ടിവിറ്റി നമുക്ക് കുറയും. അങ്ങനെയാണെങ്കിലും സാധനങ്ങളൊക്കെ വേസ്റ്റേജ് വരും, ആളുകളാരും വാങ്ങാൻ പോകത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഇമ്പാക്റ്റ് ഓൺ ബിസിനസ് ആൻഡ് ട്രേഡ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിനെയും നമ്മുടെ ബിസിനസ്സിനെയും എല്ലാം എന്താണ്? ഹാംഫുള്ളായിട്ട് ഇത് ബാധിക്കും. മനസ്സിലായല്ലോ? ഇമ്പാക്റ്റ് ഓൺ ദി ഗവൺമെൻറ് ഫിനാൻസ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഫിനാൻസിനെയും ബാധിക്കും. സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ഉണ്ടാകത്തില്ല അല്ലേ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പാക്റ്റ് ഓൺ ഗ്രോത്ത്. നമ്മുടെ വളർച്ചയെ ഇത് എന്ത് കാര്യമായിട്ട് ബാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഇമ്പാക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഇമ്പാക്റ്റ് ഓൺ പ്രൊഡക്ഷൻ, ഇമ്പാക്റ്റ് ഓൺ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇമ്പാക്റ്റ് ഓൺ ബിസിനസ് ആൻഡ് ട്രേഡ്, ഇമ്പാക്റ്റ് ഓൺ ദി ഗവൺമെൻറ് ഫിനാൻസ്, ഇമ്പാക്റ്റ് ഓൺ ഗ്രോത്ത്. ഇതിന് ഇൻഫ്ലേഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇവയെല്ലാം. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നോക്കാം, എന്തൊക്കെയാണ് മെഷേഴ്സ്, ഇൻഫ്ലേഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അതായത് എന്തൊക്കെ മെഷേഴ്സാണ്? മോണിറ്ററി മെഷേഴ്സ്, ഫിസിക്കൽ മെഷേഴ്സ്, പ്രൈസ് കൺട്രോൾ ആൻഡ് റാഷനിങ് മെഷേഴ്സ്, അതർ മെഷേഴ്സ്. മോണിറ്ററി മെഷേഴ്സും ഫിസിക്കൽ മെഷേഴ്സും ഒക്കെ ഇൻഫ്ലേഷനെ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷനിലൂടെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്.
ഈ മോണിറ്ററി മെഷേഴ്സും ഫിസിക്കൽ മെഷേഴ്സും ഒക്കെ. ഇനി ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് മോണിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ? മോണിറ്ററി പോളിസി ഈസ് ദി മെഷർ ടേക്കൺ ബൈ ദി സെൻട്രൽ ബാങ്ക് ടു മാനേജ് ദി മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് യൂസിങ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ. അതായത് ഇൻഫ്ലേഷനെ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന, സെൻട്രൽ ബാങ്ക് എടുക്കുന്ന കുറച്ച് പോളിസീസാണ് മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ക്രെഡിറ്റ് കൺട്രോൾ ഉണ്ട്. ദ കൺട്രീസ് സെൻട്രൽ ബാങ്ക് എംപ്ലോയീസ് എ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ടു കൺട്രോൾ ദി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ക്രെഡിറ്റ്. It does so the raising the bank rates, selling securities on open market, increasing the reserve ratio and implementing a variety of selective credit control measures such as raising margin റിക്വയർമെൻറ്റ്സ് ആൻഡ് റെഗുലേറ്റിംഗ് കൺസ്യൂമർ ക്രെഡിറ്റ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. അപ്പോൾ മോണിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന, സെൻട്രൽ ബാങ്ക് എടുക്കുന്ന കുറച്ച് പോളിസീസാണ് മോണിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് 2 പറഞ്ഞു. ക്രെഡിറ്റ് കൺട്രോൾ ഉണ്ട്, കറൻസി ഡിമോണിറ്റൈസേഷൻ ഉണ്ട്, ഇഷ്യൂ ഓഫ് ന്യൂ കറൻസി. ഇതെല്ലാം ചേരുന്നതാണ് മോണിറ്ററി മെഷേഴ്സ് എന്ന് പറയുന്നത്. പുതിയ കറൻസീസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. അടുത്തത് ഫിസിക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ കാനോട്ട് ബി മാനേജ് ടു മോണിറ്ററി പോളിസി അലോൺ. മോണിറ്ററി പോളിസിയും കൊണ്ട് തന്നെ എന്താ പറ്റത്തില്ല, ഇൻഫ്ലേഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന് നമ്മൾ എടുക്കുന്നതാണ് ഫിസിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഷുഡ് ബി ആഡഡ് ടു ഇറ്റ് ഫിനാൻഷ്യൽ കൺട്രോൾസ് ആർ വെരി effective at reducing public, private and individual consumption and investment expenditures. അപ്പോൾ അവരുടെ കൺസംഷനെയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സിനെയും എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന പോയിന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഇൻ അൺനെസസറി എക്സ്പെൻഡിച്ചർ. നമ്മൾ എന്ത് ചെയ്യുന്നു? വേണ്ടാത്ത എക്സ്പെൻഡിച്ചറൊക്കെ, അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെന്താണ്? ടാക്സസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഇൻക്രീസ് ഇൻ സേവിങ്സും ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ സർപ്ലസ് ബഡ്ജറ്റ് കൊണ്ടുവരുന്നു. പിന്നെ പബ്ലിക് ഡെപ്റ്റ് കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ മെഷേഴ്സിലൂടെ ഇൻഫ്ലേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? മോണിറ്ററി മെഷേഴ്സും ഉണ്ട്, ഫിസിക്കൽ മെഷേഴ്സും ഉണ്ട്. ഈ മോണിറ്ററി മെഷേഴ്സിനെയും കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഇൻഫ്ലേഷനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഫിസിക്കൽ മെഷേഴ്സും കൂടി എടുക്കുന്നത്. ഓക്കെ, ഇനി പ്രൈസ് കൺട്രോൾ ആൻഡ് റാഷനിങ് മെഷേഴ്സ്. പ്രൈസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റിംഗ് എ പ്രൈസ് സെല്ലിംഗ് ഫോർ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് ഈസ് referred to as price control. They are the maximum prices set by law, and anyone charging more than these prices is subject to legal punishment. അതായത് ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്ത് വെക്കുന്നു. ആ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസിൽ കൂടുതൽ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. അതാണ് പ്രൈസ് കൺട്രോളിനകത്ത് പറയുന്നത്. എന്താണ് റാഷനിങ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ? aims to distribute scarce goods consumption is in order to make them available to the large number of consumers. അതായത് എന്തൊക്കെയാണോ നമുക്കായിട്ട് സ്കേഴ്സ് ആയിട്ടുള്ള ഗുഡ്സ് ഉള്ളത് അവയെല്ലാം എന്ത് ചെയ്യുന്നു? കൺസ്യൂമേഴ്സിന്, ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നു? അവൈലബിൾ ചെയ്ത് കൊടുക്കുന്നു. It is used in the production of essential consumer goods such as wheat, rice, sugar, kerosene oil and so on. It is intended to stabilize food prices and ensure distributive justice. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് അതർ മെഷേഴ്സാണ്. അതർ മെഷേഴ്സിനകത്ത് വരുന്നത് മെഷേഴ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷന്, പിന്നെ റാഷണൽ വേജ് പോളിസി, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അതർ മെഷേഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? മെഷേഴ്സ് ടു റെഗുലേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ മോണിറ്ററി മെഷേഴ്സ് ഉണ്ട്, ഫിസിക്കൽ മെഷേഴ്സ് ഉണ്ട്, പ്രൈസ് കൺട്രോൾ ഉണ്ട്, റാഷനിങ് മെഷേഴ്സ് ഉണ്ട്, അതർ മെഷേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മളപ്പോൾ നോക്കിയത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് കണ്ടു. ഇൻഫ്ലേഷൻ എന്താണെന്നാണ് പറഞ്ഞത്? ഇൻഫ്ലേഷൻ ഈസ് ദി ഓവറോൾ റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ടൈം ഇൻ ആൻ എക്കണോമി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രൈസസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രൈസസ് കൂടുമ്പം, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസ് കൂടുമ്പം നമുക്ക് ഇൻഫ്ലേഷൻ, ഓവറോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ദീസ് ഇൻഫ്ലേഷനെ ഡിക്ലൈൻ ദി മണിയുടെ വാല്യൂവിനെ എന്ത് ചെയ്യുന്നു? ഡിക്ലൈൻ ചെയ്യാൻ ഇത് കാരണമാകുന്നു. പിന്നെ അതുപോലെ തന്നെ ജനറൽ റൈസ് ഇൻ പ്രൈസസ് മെഷേർഡ് എഗനസ്റ്റ് ദി ഇത് നമ്മുടെ പർച്ചേസിങ് പവറിനെ എന്ത് ചെയ്യുന്നു? എഗനസ്റ്റ് ആയിട്ട് ബാധിക്കുന്നു. പിന്നെ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു.
പർച്ചേസിങ് പവർ ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും എന്ത് ചെയ്യുന്നു, ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മൾ ഇൻഫ്ലേഷൻ്റെ ടൈപ്സ് പറഞ്ഞു. അതായത് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, വാക്കിംഗ് ഓർ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, റണ്ണിങ് ഇൻഫ്ലേഷൻ, ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ, അങ്ങനെയാണ് ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കോസസും ഉണ്ട്. ഓക്കെ, കോസസിൻ്റെ ബേസിസിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ബിൽഡ് ഇൻ ഓർ ഹാങ് ഓവർ ഇൻഫ്ലേഷൻ, സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ, അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. എന്താണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലേഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഇമ്പാക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, പിന്നെ ഓൺ പ്രൊഡക്ഷൻ, ഓൺ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഓൺ ബിസിനസ് ആൻഡ് ട്രേഡ്, ഓൺ ദി ഗവൺമെൻറ് ഫിനാൻസ്, ഓൺ ഗ്രോത്ത്, ഇതെല്ലാം എന്താണ് ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെ മെഷേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? മോണിറ്ററി മെഷേഴ്സ്, ഫിസിക്കൽ മെഷേഴ്സ്, പ്രൈസ് കൺട്രോൾ ആൻഡ് റാഷനിങ് മെഷേഴ്സ്, അതുപോലെ അതർ മെഷേഴ്സ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ റെഗുലേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷനെ നമ്മൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, നമ്മൾ ഇൻകവും വെൽത്തും തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷനിലെ ഇമ്പാക്റ്റ്, പ്രൊഡക്ഷനിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ബാധിക്കും, അതായത് പ്രൊഡക്ഷൻ കുറയത്തില്ലേ, പ്രൊഡക്ഷൻ കുറയും. പിന്നെ ഇമ്പാക്റ്റ് ഓൺ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ ഇൻകത്തിനെയും എംപ്ലോയ്മെൻറ്റിനെയും ഇത് എന്ത് ചെയ്യും, ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓൺ ബിസിനസ് ആൻഡ് ട്രേഡ്, ബിസിനസ്സിനെയും ട്രേഡിനെയും എന്ത് ചെയ്യും, ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ ഇമ്പാക്റ്റ് ഓൺ ദി ഗവൺമെൻറ് ഫിനാൻസിനെയും ഇതെന്താണ് ഒരു നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓൺ ഗ്രോത്തിനും ഇത് ഇമ്പാക്റ്റ് ആണ് അല്ലേ. പിന്നെ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെഷേഴ്സ് പറഞ്ഞത് അല്ലേ. ഇത് ഇത്രയും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസാണ്, അല്ലെങ്കിൽ മെഷേഴ്സ് ആണെന്ന് പറയുന്നത്. ഈ മോണിറ്ററി മെഷേഴ്സും ഫിസിക്കൽ മെഷേഴ്സും പ്രൈസ് കൺട്രോൾ ആൻഡ് റാഷനിങ് മെഷേഴ്സും അതർ മെഷേഴ്സും ഒക്കെ എന്താണ് ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കാം, കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നോക്കാം. ഇനി എപ്പോഴും പറയുന്ന പോലെ ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം ആൻസേഴ്സിലേക്ക് നോക്കുക. ഓക്കെ, വാട്ട് ഈസ് ടേംഡ് ആസ് എ റൈസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ? Second question, what is the term for a slow but significant rise in prices? What is the type of inflation when annual price increases between 3% and 7%? What is the term for inflation with double digit or triple digit annual rates? പറഞ്ഞായിരുന്നല്ലോ ഡബിൾ ഓർ ട്രിപ്പിൾ ഏതാണെന്നുള്ളത്. വാട്ട് ഈസ് ദി പ്രൈമറി ഗോൾ ഓഫ് മോണിറ്ററി പോളിസി ഇൻ കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ? വാട്ട് ഈസ് ദി term for the rapid increase in the price of goods due to rising production cost? What is the type of inflation caused by an excess of demand over supply? Which type of inflation is linked to adaptive expectations? Which type of inflation occurs at a rate between 10% and 20% per year? What is the term for inflation with an annual rate of over 100%? What are the two primary causes of inflation? Important ആണ്. What are the two primary causes of inflation? Which type of inflation is characterized by increasing wages leading to price increases? നമ്മൾ കുറേയൊക്കെ വായിച്ചതിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതൊക്കെ ഇതിനകത്ത് എഴുതാൻ പറ്റും. 3% ആൻഡ് 7%, പിന്നെന്താണ് 10%, 20%, 100%, 3 ഡിജിറ്റൊക്കെ വരുന്നത് ഏതിൻ്റെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. 3 ഡിജിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അത് ഏത് ടൈപ്പാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്ത് നമ്മൾ ഇതുവരെ ചെയ്ത ക്ലാസ്സിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട് ആദ്യം ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം ആൻസേഴ്സ് പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വാട്ട് ഈസ് ടേംഡ് ആസ് എ റൈസ് ഇൻ ദി ജനറൽ പ്രൈസ് ലെവൽ എല്ലാം അറിയാവുന്നതാണല്ലോ. ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മാത്രം ആൻസേഴ്സ് നോക്കുക. ആൻസേഴ്സ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
എല്ലാത്തിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. 12 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് പ്രധാനപ്പെട്ട 12 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന 12 ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾ ഇത് ശരിക്കും ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തടുത്ത വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വായിച്ച് നോക്കുക, ശേഷം ആൻസേഴ്സ് നോക്കുക. ഓക്കെ, താങ്ക് യു.